മോളെ അയ്യോടാ. അയ്യോ. ഓ എന്താച്ചാ? എന്താ മോളെയും കൊണ്ട്? ശ്യാമ ഒരു തരത്തിലും മോളെ അവിടെ നിർത്താൻ സമ്മതിക്കുന്നില്ല. സമ്മതിക്കുന്നില്ലെന്നോ? അതിന് മോളെ അവിടെ നിർത്താൻ അവളുടെ സമ്മതം എന്തിനാ? അവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും അച്ഛനല്ലേ. മോളെ എവിടേക്ക് മാറ്റണ്ട. അവള് അവിടെ തന്നെ വളരേണ്ട കുട്ടിയല്ലേ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് മോളെ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താ? ഈ കുഞ്ഞ് ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്നല്ലേ. ശ്യാമയുടെ കൂടെ നിർത്തിയാൽ അതുണ്ടാവില്ല. നിനക്കറിയോ, ഇന്നലെ രാത്രി കുഞ്ഞിന് ശ്യാമ കൊല്ലാൻ നോക്കി. കൊല്ലാൻ നോക്ക്? ശ്യാമയോ? അതെ. നമുക്കിത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അവക്ക് ഈ കുഞ്ഞിനെ കാണുമ്പോ ഭ്രാന്ത. എന്താണ് ചെയ്യുന്നതെന്നും പറയുന്നു അറിയാൻ പറ്റാത്തൊരവസ്ഥയാ. അതുകൊണ്ടാ പറഞ്ഞത്, ഇനി നീ കുഞ്ഞിനെ ഏറ്റെടുക്കണം. ശാരീരിക സുഖമായി വരുന്നവരെ ഈ കുഞ്ഞിനെ നീ നോക്കണം. എതിർത്തൊന്നും എന്നോട് പറയരുത്. നീ കൂടി കൈവിട്ട എനിക്ക് പിന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഒരിടമില്ല. ഇതിന്റെ മുഖം കണ്ട എങ്ങനെയാച്ചാ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നേ? ശ്യാമയുടെ മനസ്സ് അങ്ങനെയായിപ്പോയി. ഇനി പറഞ്ഞ് നേരെയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല. അവളുടെ മനസ്സ് നിറയെ സംശയ. അത് അവളുടെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ അറിയുന്നുമില്ല. ശാലി, ശാലിനിയുടെ അച്ഛൻ ഇതിപ്പോ വന്നു. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഈ കുഞ്ഞ് ശാരികയുടെ മോള. മോളെ ഇപ്പൊ അവിടെ ശ്യാമ നിർത്തുന്നില്ല. ശ്യാമയുടെ സ്വസ്ഥത ഈ കുഞ്ഞ് കളയുന്നു.